Welcome back, my dear children. In the previous class, we discussed about the crisis in the agricultural sector and how can we overcome this crisis by scientific approach. Today, we are going to discuss about the consequence of unscientific application of chemical fertilizers. Farmers uses different types of fertilizers, chemical fertilizers, biofertilizers, etc. ഇപ്പോൾ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മൈക്രോബിയൽ ഫെർട്ടിലൈസേഴ്സിൻ്റെ ബെനിഫിറ്റൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കുന്നത് എന്താണ്, കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് യൂസ് ചെയ്യുമ്പോൾ എന്തൊക്കെ ദോഷങ്ങളാണ് ഉണ്ടാവുന്നത്. ഫസ്റ്റ് വൺ, കമ്പോസിഷൻ ഓഫ് സോയിൽ. സോയിലിൻ്റെ കമ്പോസിഷന് എന്തൊക്കെ ചേഞ്ചാണ് നമ്മുടെ കൂടുതലായിട്ട് നമ്മൾ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് യൂസ് ചെയ്താൽ ഉണ്ടാകുന്നത്. അപ്പോൾ the continuous use of chemical fertilizers adversely affect the soil. It loses the fertility of soil and change the natural texture of the soil. By applying chemical fertilizers, certain elements required for plant growth will exceed in the soil and certain others become insufficient. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ സോയിലിൻ്റെ കെമിക്കൽ കമ്പോസിഷൻ ചേഞ്ച് ആവും, അതിൻ്റെ നാച്ചുറൽ ടെക്സ്ചർ തന്നെ എന്താവുന്നു, മാറിപ്പോകും. അപ്പോൾ അതിൻ്റെ ഫെർട്ടിലിറ്റി എന്താവുന്നു, ഡിക്രീസ് ചെയ്യും. പിന്നെ നമ്മുടെ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സിൽ ഇപ്പോൾ വിത്ത് എക്സാമ്പിൾ എൻ പി കെ എന്ന് പറഞ്ഞ ഒരു കെമിക്കൽ ഫെർട്ടിലൈസറാണ്. അപ്പോൾ ഈ എൻ പി കെയിൽ ഏതൊക്കെയുള്ളത്, നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം, ഈ 3 എലമെൻറ്റ്സ് മാത്രമാണ് ഈ ഒരു കെമിക്കൽ ഫെർട്ടിലൈസർ അപ്ലൈ ചെയ്ത സോയിലിൽ കിട്ടുന്നത്. അപ്പോൾ ചില എലമെൻറ്റ്സ്, അപ്പോൾ ഇത് മാത്രമാണ് നമ്മൾ ആ ഒരു ഫീൽഡിൽ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ഈ 3 എലമെൻറ്റ്സിൻ്റെ ക്വാണ്ടിറ്റി എന്ത് ചെയ്യും, കൂടും അല്ലേ. പക്ഷേ ചില ബാക്കിയുള്ള നമുക്കറിയാം ഒരു പ്ലാന്റ് ഗ്രോത്തിന് എബൌട്ട് 20 എലമെൻറ്റ്സ് ആർ റിക്വയർഡ് ഫോർ പ്രോപ്പർ ഗ്രോത്ത് ഓഫ് പ്ലാന്റ്. നമ്മൾ പഠിച്ചതാണ് എസെൻഷ്യൽ എലമെൻറ്റ്സ്. അപ്പോൾ ഈ ഒരു എലമെൻറ്റ്സ് മാത്രം മതിയോ, പോരെ. അപ്പോൾ അതുകൊണ്ടാണ് എന്ത് പറയുന്നത്, സർട്ടൻ എലമെൻറ്റ്സ് റിക്വയർഡ് ഫോർ പ്ലാന്റ് ഗ്രോത്ത് വിൽ എക്സീഡ്. അപ്പോൾ ഇത് മാത്രം അപ്ലൈ ചെയ്യുമ്പോൾ ഈ 3 എലമെൻറ്റ്സിൻ്റെ അളവ് എന്ത് ചെയ്യുന്നു, സോയിലിൽ കൂടുതലാവും അല്ലേ. ബാക്കിയുള്ള എലമെൻറ്റ്സ് എന്താണ്, ഇൻസഫിഷ്യൻ്റ് ആയിട്ട് മാറും. ദെൻ സെക്കൻഡ് വൺ, മൈക്രോ ഓർഗാനിസംസ് ഇൻ സോയിൽ. നമ്മൾ സോയിലെ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സിൻ്റെ യൂസ് മൈക്രോ ഓർഗാനിസത്തെ എങ്ങനെ എഫക്റ്റ് ചെയ്യും. Excessive use of chemical fertilizers decreases the number of microorganisms. Thus, the natural fertility of the soil loss. നമുക്കറിയാം അല്ലേ, നമ്മൾ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സോയിലിലുള്ള മൈക്രോ ഓർഗാനിസത്തിൻ്റെ നമ്പർ എന്ത് ചെയ്യുന്നു, ഡിക്രീസ് ചെയ്യും. മൈക്രോ ഓർഗാനിസത്തിൻ്റെ ഫംഗ്ഷൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ് അല്ലേ. ഡീക്കേയിങ് ആക്ഷൻ കൊണ്ടാണ് എലമെൻറ്റ്സ് എവിടെ ഉണ്ടാവുന്നത്, സോയിലിൽ ഉണ്ടാവുന്നത്. അപ്പോൾ അവിടെ എന്ത് സംഭവിക്കുന്നു, അതിൻ്റെ നമ്പർ ഡിക്രീസ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും, നാച്ചുറൽ ഫെർട്ടിലിറ്റി ഓഫ് ദ സോയിൽ ലോസ് ആകുന്നു. ദെൻ തേർഡ് വൺ, ഹെൽത്ത് ഇഷ്യൂസ്. കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് യൂസ് ചെയ്യുമ്പോൾ എന്തൊക്കെ ഹെൽത്ത് ഇഷ്യൂസ് ആണ് ഉണ്ടാവുന്നത്. ദ കെമിക്കൽ സബ്സ്റ്റാൻസസ് ഇൻ ദ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് കോസസ് മെനി ഡിസീസ് ഇൻ ഓർഗാനിസംസ് ഇൻക്ലൂഡിങ് മാൻ. നമുക്ക് മാത്രമല്ല എല്ലാ ഓർഗാനിസത്തിനും എന്തുണ്ടാവുന്നു, ചില ഹെൽത്ത് പ്രോബ്ലംസ് ഉണ്ടാവും. അപ്പോൾ നമ്മളൊരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, നമ്മൾ അലർജി പോലെയുള്ള ഡിസീസുകൾ ഉണ്ടാവും, ക്യാൻസർ പോലെയുള്ള മാരക രോഗങ്ങൾക്കും ഈ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സിൻ്റെ യൂസ് കാരണമാകുന്നുണ്ട്. ദെൻ ലാസ്റ്റ് വൺ, ഫിനാൻഷ്യൽ ഫാക്ടർ. ഇതെങ്ങനെയാണ് ഫിനാൻഷ്യൽ ഫാക്ടറിന് കാരണമാകുന്നത്. കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ആർ എക്സ്പെൻസീവ്. നല്ല ഒരുപാട് ചിലവുള്ള, ഒരുപാട് വില കൊടുത്ത് വാങ്ങേണ്ട ഒന്നാണ് എന്ത്, കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ്. ദ എക്സ്പെൻസ് ഈസ് നോട്ട് അഫോർഡബിൾ ബൈ ഫാർമേഴ്സ്. ഈ എക്സ്പെൻസ് അത്രയും താങ്ങാൻ ആർക്ക് സാധിക്കില്ല, ഫാർമേഴ്സിന് സാധിക്കില്ല. അതാണ് ഫിനാൻഷ്യൽ ഫാക്ടർ. അപ്പോൾ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ആർ എക്സ്പെൻസീവ്, ഒരുപാട് വില കൊടുത്ത് വാങ്ങിക്കേണ്ടതാണ് ഏത്, കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ്. അപ്പോൾ അത് യൂസ് ചെയ്യുമ്പോൾ എന്താ വരുന്നത്, എക്സ്പെൻസ് ഈസ് നോട്ട് അഫോർഡബിൾ ബൈ ഫാർമേഴ്സിന് അത്രയും വിലകൾ കൊടുത്ത് വാങ്ങിക്കുക എന്നുള്ള ആ ഒരു ഇത് താങ്ങാൻ സാധിക്കില്ല. ദെൻ നെക്സ്റ്റ് ടോപ്പിക്, പെസ്റ്റ് ഇൻഫെസ്റ്റേഷൻ. Pest infestation is yet another problem faced by farmers.
അപ്പോൾ പെസ്റ്റ് ഇൻഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? കീടങ്ങളുടെ ആക്രമണം അല്ലേ? അപ്പോൾ അതിനെ നമുക്ക് എങ്ങനെയൊക്കെയാണ് കൺട്രോൾ ചെയ്യുക? ഫാർമേഴ്സ് ജനറലി യൂസ് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ടു ഓവർകം ദിസ് പ്രോബ്ലം. അപ്പോൾ ഫാർമേഴ്സ് സാധാരണയായിട്ട് ഇങ്ങനെ പെസ്റ്റ് ഇൻഫെസ്റ്റേഷൻ ഉണ്ടാകുമ്പോൾ ഫാർമേഴ്സ് യൂസ് ചെയ്യുന്നത് എന്തായിരിക്കും? കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ആയിരിക്കും അല്ലേ? അപ്പോൾ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ഡിസ്ട്രോയ് പെസ്റ്റ് ടോട്ടലി. കെമിക്കൽ പെസ്റ്റിസൈഡ്സ് എന്ത് ചെയ്യുന്നുണ്ട്? ആ ഒരു ഫീൽഡിൽ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അവിടെയുള്ള പെസ്റ്റിനെ മുഴുവൻ എന്ത് ചെയ്യുന്നു? ഡിസ്ട്രോയ് ചെയ്യും. ബട്ട് വെൻ ദ പെസ്റ്റ് അക്വയർ റെസിസ്റ്റൻസ്, നമ്മൾ കുറേ പ്രാവശ്യം ഒരേ കെമിക്കൽ ഫെർട്ടിലൈസർ അല്ലെങ്കിൽ കെമിക്കൽ പെസ്റ്റിസൈഡ് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ എന്ത് വരുന്നു? ആ പെസ്റ്റ് അക്വയർ റെസിസ്റ്റൻസ്, ആ പെസ്റ്റിന് എന്ത് വരും? ഒരു റെസിസ്റ്റൻസ് പവർ വരും. അതായത് നമ്മൾ എത്ര അടിച്ചാലും നമ്മൾ എത്ര കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് യൂസ് ചെയ്താലും ആ പെസ്റ്റ് നശിക്കാത്ത ഒരു അവസ്ഥയിലേക്ക് അവസാനം എത്തും. അപ്പോൾ എന്താണ് ഫാർമേഴ്സ് ചെയ്യുന്നത്? ദ ക്വാണ്ടിറ്റി ഓഫ് പെസ്റ്റിസൈഡ്സ് ഹാസ് ടു ബി ഇൻക്രീസ്ഡ് അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഉപയോഗിക്കുന്ന കെമിക്കൽ ഫെർട്ടിലൈസർ അല്ലെങ്കിൽ കെമിക്കൽ പെസ്റ്റിസൈഡിൻ്റെ അളവ് എന്ത് ചെയ്യുന്നു? വീണ്ടും കൂട്ടും. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? Excessive application of chemical pesticides cause many environmental and health issues. നമ്മൾ കൂടുതലായിട്ട് കെമിക്കൽ പെസ്റ്റിസൈഡ് യൂസ് ചെയ്യുമ്പോൾ അത് നമ്മുടെ എൻവയോൺമെൻറ്റിനും അതേപോലെ പല ഹെൽത്ത് ഇഷ്യൂസും ഉണ്ടാക്കുന്നുണ്ട്. ലുക്ക് അറ്റ് ദ ന്യൂസ് പേപ്പർ റിപ്പോർട്ട്. തിരുവനന്തപുരം. The wide use of chemical pesticides is suspected to be an important reason for the increase in the number of cancer affected persons. The presence of pesticides identified in even groundwater has become a matter of great concern. What do you understand from this newspaper report? അപ്പോൾ നമ്മൾ ന്യൂസ് പേപ്പർ റിപ്പോർട്ടാണ് നമ്മൾ കണ്ടത്. അപ്പോൾ എന്താണ് നിങ്ങൾക്ക് അതിൽ നിന്ന് മനസ്സിലായത്? നമ്പർ ഓഫ് ക്യാൻസർ പേഷ്യൻറ്റ് ഇൻക്രീസസ് ഡ്യൂ ടു ദ അപ്ലിക്കേഷൻ ഓഫ് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് അല്ലേ? കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് യൂസ് ചെയ്യുന്നത് കൊണ്ട് നമ്മൾ ക്യാൻസർ പേഷ്യൻ്റെ എണ്ണം എന്ത് ചെയ്യുന്നുണ്ട്? ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഇനി ഇത് മാത്രമല്ല, നമ്മൾ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സിൻ്റെ അളവ് ഗ്രൗണ്ട് വാട്ടറിൽ പോലും കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്താണ് ഇതിന് ചെയ്യാൻ പറ്റുക? ഹൗ ടു കൺട്രോൾ ദിസ് പെസ്റ്റ് വിത്തൗട്ട് ഹാമിങ് ദ നേച്ചർ. നേച്ചറിന് യാതൊരു ഇതുമില്ലാതെ എങ്ങനെയാണ് നമുക്ക് പെസ്റ്റിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നത്? അപ്പോൾ അതിനുള്ള മെത്തേഡുകൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമുക്ക് നെക്സ്റ്റ് പഠിക്കാനുള്ളത്. അപ്പോൾ പെസ്റ്റ് ആൻഡ് ദർ നാച്ചുറൽ എനിമീസ്. അപ്പോൾ നമ്മളൊരു ഫീൽഡിൽ ട്രമെൻഡസ് ഇൻക്രീസ് ഇൻ ദ പെസ്റ്റ് നമ്പർ, പെസ്റ്റിൻ്റെ നമ്പർ പെട്ടെന്ന് കൂടുതലാവാണ്. അപ്പോൾ എന്തായിരിക്കും അതിൻ്റെ റീസൺ? Look at the picture. The main reason for this is the fall in the number of organisms that prey on them. Predators, parasites and pathogens of pest can be called natural enemies of pest. The service of these organisms may be effectively utilized in agriculture. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണ്? നാച്ചുറൽ എനിമീസ് ഓഫ് പെസ്റ്റ്. ഇപ്പം എന്താണ് നാച്ചുറൽ എനിമീസ് എന്ന് പറഞ്ഞിട്ടുണ്ട്? നമ്മളിപ്പോൾ ഒരു ഫീൽഡിൽ പെട്ടെന്ന് പെസ്റ്റിൻ്റെ എണ്ണം ഇൻക്രീസ് ചെയ്യാനുള്ള റീസൺ എന്തായിരിക്കും? അവയെ ഭക്ഷിക്കുന്ന ജീവികളുടെ എണ്ണം എന്തായിരിക്കും? കുറവായിരിക്കും അല്ലേ? അപ്പോൾ നമ്മൾ ഫ്രോഗ് പണ്ടൊക്കെ ഫീൽഡുകളിലൊക്കെ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നതാണ് ഫ്രോഗ്. ഈ ഫ്രോഗിൻ്റെ നമ്പർ ഇപ്പോൾ എന്താണ്? ഡിക്രീസ് ചെയ്യാണ്. അപ്പോൾ അവിടെ പെസ്റ്റിൻ്റെ എണ്ണം എന്ത് ചെയ്യും? കൂടും. അപ്പോൾ നമ്മൾ ഏതൊക്കെയാണ് നാച്ചുറൽ എനിമീസ്? പ്രിഡേറ്റേഴ്സ്, ദെൻ പാരസൈറ്റ്സ്. നിങ്ങൾ ആ പിക്ചറിൽ തന്നെ നോക്കിയാൽ അറിയാം പാരസൈറ്റ്സുകൾ അല്ലേ? പെസ്റ്റിൽ പാരസൈറ്റായിട്ട് ജീവിക്കുന്നവ ഉണ്ടാവും. അപ്പോൾ ആ പാരസൈറ്റ് അങ്ങനെ ജീവിക്കുന്നത് കൊണ്ട് പെസ്റ്റ് എന്ത് ചെയ്യും? നശിച്ചു പോകും. അതേപോലെ പാത്തോജൻസ്, ഈ പെസ്റ്റിന് ചില ഡിസീസൊക്കെ ഉണ്ടാക്കുന്ന പാത്തോജൻസ്, ഇതിനൊക്കെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നാച്ചുറൽ എനിമീസ് ഓഫ് പെസ്റ്റ്. അപ്പോൾ ഈ ഒരു മെത്തേഡ് നമ്മൾ അഗ്രികൾച്ചറൽ ഫീൽഡിൽ വളരെ സഹായകമാണ്. ഇനി നമുക്ക് പഠിക്കാനുള്ള ഒരു ഇക്കോ ഫ്രണ്ട്ലി മെത്തേഡാണ് IPM. ഇൻറ്റിഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെൻറ്റ്. ഇൻറ്റിഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെൻറ്റ് അതായത് നാച്ചുറൽ എനിമീസിനെയൊക്കെ യൂസ് ചെയ്തിട്ടുള്ള ഒരു പെസ്റ്റ് കൺട്രോളാണ്, ഇക്കോ ഫ്രണ്ട്ലി പെസ്റ്റ് കൺട്രോളാണ് IPM. എന്താണ് IPM എന്ന് പറഞ്ഞാൽ? ഇൻറ്റിഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെൻറ്റ്. അപ്പോൾ എന്താണ് ഇൻറ്റിഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെൻറ്റ്? ലുക്ക് അറ്റ് ദ സ്ക്രീൻ. The basic principle of integrated pest management is not the destruction of pest totally.
Instead, it tried to prevent the multiplication of pests and to limit their number without loss of crop. ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ആ പെസ്റ്റുകളെ, ഒരു ഫീൽഡിലുള്ള പെസ്റ്റുകളെ ടോട്ടലായിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, ഡിസ്ട്രോയ് ചെയ്യാൻ പറ്റില്ല. പകരം അവിടെ എന്ത് ചെയ്യുന്നു? ടു പ്രിവെൻറ്റ് ദ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് മൾട്ടിപ്ലിക്കേഷൻ ദർ നമ്പർ, അവയുടെ മൾട്ടിപ്ലിക്കേഷൻ നമ്പർ അല്ലെങ്കിൽ അവ മൾട്ടിപ്ലൈ ചെയ്യുന്ന നമ്പർ എന്ത് ചെയ്യാം? കുറച്ച് കൊണ്ടുവരിക. എങ്ങനെയാണ് കുറച്ച് കൊണ്ടുവരുന്നത്? വിത്തൗട്ട് എനി ലോസ് ഓഫ് ക്രോപ്പ്, ആ ക്രോപ്പിന് യാതൊരു നഷ്ടവും വരുത്താതെ അവയുടെ നമ്പർ, പെസ്റ്റിൻ്റെ എണ്ണം എന്ത് ചെയ്യുക? കുറച്ച് കൊണ്ടുവരിക. ആ മെത്തേഡിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻറ്റിഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇൻറ്റിഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെൻറ്റിൽ നമ്മൾ എങ്ങനെയാണ് ഇതിൻ്റെ നമ്പർ ഡിക്രീസ് ചെയ്ത് കൊണ്ടുവരുന്നത്? എങ്ങനെയാണ്? പെസ്റ്റിനെ നമുക്ക് പൂർണ്ണമായിട്ട് അവിടെ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ഡിസ്ട്രോയ് ചെയ്യാൻ സാധിക്കില്ല. അതിൻ്റെ മൾട്ടിപ്ലിക്കേഷനെ നമ്മൾ എന്ത് ചെയ്യുന്നു? പ്രിവെൻറ്റ് ചെയ്യുന്നു. അപ്പം ലിമിറ്റ് ദർ നമ്പർ, അവയുടെ നമ്പർ എന്ത് ചെയ്യാം? ലിമിറ്റ് ചെയ്യാം. വിത്തൗട്ട് എനി ലോസ് ഓഫ് ക്രോപ്പ്, ക്രോപ്പിനെ ഒരു ലോസും വരാതെ അവയുടെ നമ്പർ എന്ത് ചെയ്യുന്നു? ലിമിറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇതിൽ യൂസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? ഒന്ന് നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ട്, ഏതായിരുന്നു? നാച്ചുറൽ എനിമീസ് ഓഫ് പെസ്റ്റിനെ നമുക്ക് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ബയോ ഫെർട്ടിലൈസേഴ്സ് യൂസ് ചെയ്തുകൊണ്ട് നമുക്കിത് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? മെക്കാനിക്കൽ പെസ്റ്റ് കൺട്രോൾ മെത്തേഡുകൾ നമുക്ക് യൂസ് ചെയ്യാം. എന്താ മെക്കാനിക്കൽ പെസ്റ്റ് കൺട്രോൾ? ലുക്ക് അറ്റ് ദ പിക്ചർ. നമ്മൾ ഹാൻഡ് പിക്കിംഗ്, അതേപോലെ നെറ്റുകളൊക്കെ യൂസ് ചെയ്യുക. നമ്മൾ പെസ്റ്റിനെയൊക്കെ ഇതാക്കാൻ വേണ്ടിയിട്ട്, നശിപ്പിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യാം? നെറ്റ് യൂസ് ചെയ്യുക. അതേപോലെ ഹാൻഡ് പിക്കിംഗ്, ഇതൊക്കെയാണ് ഏത്? മെക്കാനിക്കൽ പെസ്റ്റ് കൺട്രോൾ. അപ്പോൾ ഈ മെത്തേഡുകളൊക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ഉണ്ടാക്കുന്നത്? ഏത് ചെയ്യുന്നത്? ഇൻറ്റിഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെൻറ്റ്. അപ്പോൾ അതൊരു ഇക്കോ ഫ്രണ്ട്ലി മെത്തേഡാണ്. This eco-friendly method ensures pest control without disturbing the environment. This is done by reducing the use of chemical pesticides and encouraging the application of biopesticides, natural enemies of pest, mechanical pest control, etc. അപ്പോൾ എന്തൊക്കെയാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ് ഓഫ് IPM, ഇൻറ്റിഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെൻറ്റ്? അപ്പോൾ എന്താണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദിസ് ഈസ് ആൻ ഇക്കോ ഫ്രണ്ട്ലി മെത്തേഡ്, അല്ലേ? നമ്മുടെ നാച്ചുറിനോ അല്ലെങ്കിൽ എൻവയോൺമെൻറ്റിനോ യാതൊരു തകരാറും ഇല്ലാത്ത, അതിനെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു പെസ്റ്റ് കൺട്രോൾ മെത്തേഡാണ് ഇൻറ്റിഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെൻറ്റ്. അപ്പോൾ ദിസ് ഈസ് ആൻ ഇക്കോ ഫ്രണ്ട്ലി മെത്തേഡ്. ഇറ്റ് റെഡ്യൂസസ് ദ യൂസ് ഓഫ് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ്, അല്ലേ? നമ്മളിവിടെ എന്ത് യൂസ് ചെയ്യുന്നില്ല? കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഇറ്റ് റെഡ്യൂസസ് ദ യൂസ് ഓഫ് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ്. ദെൻ എൻകറേജിങ് ദ അപ്ലിക്കേഷൻ ഓഫ് ബയോ ഫെർട്ടിലൈസേഴ്സ്, അല്ലേ? നമ്മളിവിടെ എന്താണ് അപ്ലൈ ചെയ്യുന്നത്? ബയോ ഫെർട്ടിലൈസേഴ്സ് അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ അഡ്വാൻറ്റേജസ്. അപ്പോൾ ഇന്ന് നമ്മൾ എന്തൊക്കെയാണ് ക്ലാസ്സിൽ പറഞ്ഞത്? കോൺസിക്വൻസ് ആണ് പറഞ്ഞത്, അല്ലേ? കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് യൂസ് ചെയ്യുന്നത് കൊണ്ടുള്ള എഫക്റ്റുകൾ എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ, കമ്പോസിഷൻ ഓഫ് സോയിൽ. സോയിലിൻ്റെ ഫെർട്ടിലിറ്റി ലോസ് ആവുന്നു. അതേപോലെ അതിൻ്റെ ചേഞ്ചസ് ദ നാച്ചുറൽ ടെക്സ്ചർ ഓഫ് ദ സോയിൽ. ദെൻ മൈക്രോ ഓർഗാനിസത്തിന് എന്താ സംഭവിക്കുന്നത്? ഡിക്രീസസ് ദ നമ്പർ ഓഫ് മൈക്രോ ഓർഗാനിസംസ്. അതുകൊണ്ട് എന്തുണ്ടാവുന്നു? ദ നാച്ചുറൽ ഫെർട്ടിലിറ്റി ഓഫ് ദ സോയിൽ ലോസ്, നാച്ചുറൽ ഫെർട്ടിലിറ്റി ഇല്ലാതാകുന്നു. ദെൻ ഹെൽത്ത് ഇഷ്യൂസ്. നമുക്ക് മാത്രമല്ല, കെമിക്കൽ സബ്സ്റ്റൻസ്, നമുക്കറിയാം കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? കെമിക്കൽ സബ്സ്റ്റൻസ് ആണ്. ഇറ്റ് കോസസ് മെനി ഡിസീസ് ഇൻ ഓർഗാനിസം ഇൻക്ലൂഡിങ് മാൻ. ദെൻ ഫിനാൻഷ്യൽ ഫാക്ടേഴ്സ്. ഫിനാൻഷ്യൽ ഫാക്ടർ എങ്ങനെയാണ് എഫക്റ്റ് ചെയ്യുന്നത്? ഫിനാൻഷ്യൽ ഫാക്ടർ, കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ആർ എക്സ്പെൻസീവ്, അല്ലേ? ഏറ്റവും നമ്മൾ ഒരുപാട് പൈസ കൊടുത്ത് വാങ്ങിക്കേണ്ടതാണ് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ്. അപ്പോൾ ഇറ്റ് ഈസ് നോട്ട് അഫോർഡബിൾ ബൈ ഫാർമേഴ്സ്. പിന്നെ പഠിച്ചത് എന്താണ്? പെസ്റ്റ് കൺട്രോളാണ്, അല്ലേ? അപ്പോൾ പെസ്റ്റ് കൺട്രോള് എങ്ങനെയൊക്കെയാണ് നാച്ചുറിനെ പ്രൊട്ടക്റ്റ് ചെയ്തും കൊണ്ടുള്ള പെസ്റ്റ് കൺട്രോൾ എങ്ങനെയാണ്? ഒന്നാണ്, നമ്മളെ നാച്ചുറൽ എനിമീസിനെ നമുക്ക് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്കൊരു പുതിയ മെത്തേഡാണ് ഇൻറ്റിഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെൻറ്റ്. അപ്പോൾ ഇൻറ്റിഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് ആൻ ഇക്കോ ഫ്രണ്ട്ലി മെത്തേഡാണ്. അപ്പോൾ അതുവഴി നമുക്ക് എന്തൊക്കെ ചെയ്യാം? റെഡ്യൂസ് ദ യൂസ് ഓഫ് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ്. നമുക്കറിയാം നമ്മുടെ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ഗ്രൗണ്ട് വാട്ടറിൽ പോലും കെമിക്കൽ ഫെർട്ടിലൈസേഴ്സിൻ്റെ ഇത് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്.
അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? റെഡ്യൂസ് ദ യൂസ് ഓഫ് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ്. അപ്പോൾ ആ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് റെഡ്യൂസ് ചെയ്യുന്നത് എങ്ങനെയാണ്? അപ്പോൾ നമ്മൾ എന്തൊക്കെ യൂസ് ചെയ്യേണ്ടി വരും? നാച്ചുറൽ എനിമീസിനെ നമുക്ക് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ മെക്കാനിക്കൽ പെസ്റ്റ് കൺട്രോൾ നമുക്ക് യൂസ് ചെയ്യാം, ബയോ ഫെർട്ടിലൈസേഴ്സ് ഒക്കെ യൂസ് ചെയ്തും കൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം? കെമിക്കൽ ഫെർട്ടിലൈസേഴ്സിൻ്റെ റെഡ്യൂസ് ചെയ്യണം. ഓക്കെ, let us wind up the class. See you in the next class.